ഞാൻ ജിമിക്കൊക്കെ എടുത്തിട്ടേ ഈ അമ്മ ജിമിക്ക് മറ്റേ പട്ടുപ്പാവടയുടെ ഇവിടെ എല്ലാം ഇടാനുള്ള ജീൻസിന്റെ കൂടെ ആരെങ്കിലും ജിമിക്ക് ഇടൂ. ഭാഷകാരി ക്ലീറ്റാ ഇവിടെ പോയി ദൈവത്തിനറിയാം. വാ പോവണ്ടേ സമയം ഡാഡി. ഞാനേ ഒരു ശബ്ദം എന്തോ ഒരു ഓല വീണ്, അപ്പൊ അത് നോക്കാൻ വേണ്ടിട്ടേ. ഓല വീണ്ടും മുമ്പ് കണ്ടിട്ടില്ല ഇവിടെ വരാൻ. ഡാഡി അമ്മ ഇത് നന്നാവൂല കേട്ടോ. ഒരു സ്ഥലത്ത് സമയത്ത് പോവാന്ന് വിചാരിക്കാതെ പഞ്ചായത്ത് ഇല്ല. ഞാനേ എന്തോ എന്താ മറന്ന പോലെ ഇങ്ങനെ ആലോചിക്കുക. ഇങ്ങോട്ട് നോക്ക്, ഡ്രസ് നോക്ക്. എന്റേതാ എങ്ങനെയുണ്ട്? കൊള്ളാമോ? കളോ ക്ലീറ്റ് ഇന്നലെ ക്ലീറ്റ് എടുത്ത സാരി അവളുടെ ഉടുപ്പൊക്കെ നോക്ക്. ഞാൻ എന്റെ പിന്നെ കുളിച്ചില്ലേ നിങ്ങള്? കുളിച്ചല്ലോ. കുളിച്ചില്ലേ? കുളിച്ചു. ഞാൻ എങ്ങനെ പോയി മുഖമൊക്കെ കഴുകിട്ട് ഇങ്ങനെയാണോ ക്ലീറ്റ് ഒരു വീട്ടിലോട്ട് പോണത്? ആ മുടിയൊക്കെ ഒന്ന് വാരി വെച്ചേ. അതെ ഞാൻ ഈ പോണ എന്റെ എന്താ ചെരുപ്പ് എവിടെ? എന്റെ അതെ ഇതെന്താ? ചെരുപ്പല്ല. ഞാൻ എന്താണ് എന്തോ മറന്നു. ഞാൻ നോക്കിക്കോട്ടെ. ഇവിടെ ഇപ്പൊ ഓർമ്മിച്ച ഡാഡി പൗഡർ എടുത്തിട്ട് ചുമ്മാ ഓരോ കാര്യങ്ങള്. എന്തുവാ ക്ലീറ്റ് അവിടെ? ഇങ്ങോട്ട് വന്നേ നിങ്ങള്. ഡാഡി സമയം പോവേ. മേശ ചരിഞ്ഞു വീണ. മേശയുടെ സാധനങ്ങളൊക്കെ എടുത്തു വെച്ചിട്ട് ഇപ്പൊ മേശപ്പുറത്തോട്ട് കയറാൻ ആര് പറഞ്ഞു? ഞാനേ പൈസ എവിടെ വെച്ചോ? അത് പിന്നെ എടുക്കാം. ഡാഡി വന്നേ പോയി. നമുക്ക് ഇറങ്ങാം. വണ്ടി പിടിച്ചോ? അമ്മ എടി എടുത്തോ. വാട്ടർ ബോട്ടിൽ ആ വെള്ളമൊക്കെ അവിടെ കാണും. സോറി വെള്ളമൊക്കെ അവിടെ കാണും. നീ ലഡു എടുത്ത് തിന്നല്ലേ? ഒന്നേ അത് മാറ്റി വെച്ചാൽ നമുക്ക് വൈകുന്നേരം വേണ്ടിട്ട് തിന്നാം. പിന്നെ എന്താ ചെയ്യണ്ടെന്നറിയോ തക്കളി മോളെ? അമ്മ ലഡു എനിക്ക് ഹലോ ആരാണ്? അതെ എപ്പോ? എന്നിട്ട് ഏതാശുപത്രിയില്? ഞാൻ വരാതെ ഞാനങ്ങ് എത്തിക്കോളാം. നിങ്ങൾ അവിടെ കാണണം കേട്ടോ. എന്താ ട്രീറ്റ്മെന്റ് എന്ന് വെച്ചാൽ അത് കൊടുത്തോ. ശരി ഓക്കെ. എന്റെ മനസ്സിൽ ഈ ഒരു ആദ്യം ഇങ്ങനെ കിടന്നു. ഇത് എന്നായിരുന്നു? നടരാജനെ തലചുറ്റി വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ഐസിയില്ല. എനിക്കറിയില്ല. അവന് ഇതിനു മുന്നേ ഒരു പ്രാവശ്യം തലചുറ്റി വീണിട്ട് അന്ന് ഇതുപോലെ ആശുപത്രി കൊണ്ടുപോയി. ഇപ്പൊ ആരുമില്ല അവിടെ. ചെല്ലണം. ഞാൻ ഭാര്യയില്ല. അവളെ വീട്ടിൽ പോയിക്കാ. ഞാൻ വിളിച്ചത് പറയാൻ പറ്റില്ല. ഞാൻ പോണം ആശുപത്രിയിൽ. അതെ ഇത് ഇല്ല മക്കളെ, അതിനുള്ള സമയമില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ആശുപത്രി പോയി ആദ്യം ഒന്ന് സമാധാനപ്പെട്ട് ഞാൻ പറയാം. അല്ല എനിക്കങ്ങനെ സമാധാനപ്പെടാൻ പറ്റില്ല. ക്ലീറ്റ പൊയ്ക്കോ, കുഴപ്പമില്ല. ഞങ്ങൾ ആദ്യം അങ്ങ് പോവാം. ക്ലീറ്റ അവിടുത്തെ ആശുപത്രിയിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നാ മതി. ശരിയാവൂല. ഇനി അഥവാ നടരാൻ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ നിങ്ങൾ അവിടെ നിന്ന് വിളിക്കാനും എടുക്കാനൊന്നും പറ്റില്ല. അതെ ഒരു കാര്യം ചെയ്യും. നമുക്ക് ആ കൂട്ടുകാരി വിളിച്ച് പറയാം ഇന്ന് വരാൻ പറ്റില്ല. ഡാഡി എടുത്ത് സ്നേഹം ഉണ്ട്. എന്റെ പൊന്നു മോളെ വിളിച്ച് പറ. അതെ മക്കളെ, നടരാജ മാമനും നമ്മളെ എന്ത് വേണ്ടപ്പെട്ടാണെന്ന് അറിയാം. നമുക്ക് രാത്രി പോവാം. അമ്മ കൊണ്ടുപോയാ പോരെ? അതാ പറഞ്ഞേ. അപ്പൊ അമ്മയും പുതിയ സാരി എടുത്തല്ലേ? അവളും വിഷമിക്കൂലേ? ഇല്ല, നമുക്ക് നമ്മള് വേറൊരു സ്ഥലം വീട്ടിൽ പോകും. ഇത് കഴിഞ്ഞിട്ട് മക്കളെ രാത്രിയാകുമ്പോ അമ്മ കൊണ്ടുപോവാ നിന്നെ. നമ്മുടെ നടരാജൻ മാമനല്ലേ? എല്ലാവരും അവിടെ വരും. എനിക്ക് വേണ്ട വണ്ടി. പിന്നെ ഞാനേ എന്ത് വേണാടി? ക്ലീറ്റോ ഒന്നിങ്ങ് വന്നേ. ഒന്ന് വേഗം വരുവോ? ഇതേ ഐസിയു കിടക്കുന്ന നടരാജന്റെ പ്രേതം വന്ന് നിൽക്കുന്നു കേട്ടോ. പ്രേതം? ആരുടെ പ്രേതം? ആരാ ഐസിയു കിടന്നു? ചോദിക്കും, നേതാവിനോട് ചോദിക്കും. ആരാ ഐസിയു കിടന്നത്? പറഞ്ഞു കൊടുക്ക.
ആ പിന്നെ നേതാവേ, ഞാനിപ്പോ വന്നതേ നേതാവ് ഇന്നലെ ആ വില്ലേജ് ഓഫീസർ വീട്ടിൽ കയറി ചെന്ന് അയാളെ 2 ചീത്ത വിളിച്ചില്ലേ, അത് കലച്ചു കേട്ടാ. നല്ല രുമ്പ പ്രഭാതം. പിന്നെ നേതാവ് എന്നെ കൂടെ വിളിച്ചില്ലല്ലോ, ഞാൻ കൂടെ വന്നിരുന്നെങ്കിലേ ഇടിച്ചവരെ കൂമ്പ് വാട്ടിയേരെ. നേതാവ് വിഷമിക്കണ്ട, ഇന്ന് അവധിയാണ്. നമുക്ക് നാളെ അയാളെ ഓഫീസിൽ കയറി ചെന്ന് അയാളെ ഫയലുകൾ മൊത്തം നമുക്കിട്ട് കത്തിക്കാം. എന്നിട്ട് ആ കസേര ഇടിച്ച് പൊളിച്ച് അവനെ അവിടെ ഇരിക്കാൻ പറ്റാതെ നമുക്ക് ആക്കണം. നല്ലതാ. കൂടെ ഒരു കാര്യം കൂടി ചെയ്യും. എന്താണ്? അവിടെ മാത്രമാക്കണ്ട, നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ സർക്കാർ ഓഫീസിലെല്ലാം കൂടി അങ്ങ് കത്തിക്കും. എന്നിട്ട് രണ്ടും കൂടി അതിന്റെ നടുക്ക് കയറി നിൽക്കുക. അല്ല അത് വേണോ? ചതിയടാടി, നാക്കെടുത്ത കള്ളല്ലേ പറയുള്ളൂ. കഷ്ടമുണ്ട് ഡാഡി. ഇപ്പൊ ആരെങ്ങും പോണ ഞാനും വരൂല. പുതിയ എന്തെങ്കിലും കള്ളത്തരം പറയാനുണ്ടോ? അവിടെ പോവാണെങ്കിൽ അടിച്ചു പൊളിക്കായിരുന്നു. എന്റെ പൊന്നു കുഞ്ഞെ, കഴിഞ്ഞില്ലേ ഇത്? ഡാഡിക്ക് ഇന്നലെ പറഞ്ഞോടായിരുന്നാ പോവില്ലെങ്കിൽ. ആ സാരമില്ല, പോട്ടെ. എന്തിനാ ചുമ്മാ എന്നെ കൊതിപ്പിച്ച? ഡാഡി അല്ലേ ചുമ്മാ കൊതിപ്പിച്ചിട്ട് കടന്നു കളയും. ഓ, കൊതിപ്പിച്ചിട്ട് കടന്നോളാ നിന്റെ ഡാഡി ആര്? അമ്മ മിണ്ടായി. അത് നോക്കിക്കേ, അടുത്ത പ്രാവശ്യം ഒന്ന് 2 ദിവസം നേരത്തെ പോക്കോ കൂട്ടുകാർ. എല്ലാവരും അടിച്ചു പൊളിക്കായിരിക്കും അവിടെ കിടന്നു. പോയി കാണും തിരിച്ചു. എന്തൊക്കെയാ ഉണ്ടായിരുന്നു അവിടെ? തക്കളി തക്കളി ആരാ മോനെ? അമ്മ നോറിൻ. സോറി, എനിക്ക് വരാൻ പറ്റില്ല. വീടെങ്ങനെ കണ്ടുപിടിച്ചു? ആ വീടൊക്കെ കണ്ടുപിടിച്ചു. തക്കളിയെ കാണണമെന്ന് മോക്ക് ഭയങ്കര നിർബന്ധം. അങ്ങനെ ഇങ്ങോട്ട് പോകുന്നതാ. ശരിക്കും ഞങ്ങള് വരാനിരുന്നതാണ് കേട്ടോ. വൈകുന്നേരം വിളിക്കാനിരിക്കായിരുന്നു. വേറെ കുറച്ച് അത് കുഴപ്പമില്ല, ഇത് കുറച്ച് ഭക്ഷണമാണ്. പെരുന്നാളിന് അവിടെ ഉണ്ടാക്കിയപ്പോൾ തക്കളിക്ക് കൊടുക്കണമെന്ന് മോളുടെ ഒരു ആഗ്രഹം. മക്കളെ വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അത് കുഴപ്പമില്ല. സാർ കേറിയിരിക്കേ. അല്ല പോണം, ഒരു തിരക്കുണ്ട്. അങ്ങോട്ട് പോകുന്ന വഴിക്ക് വേറൊരു സ്ഥലത്തൂടെ കയറാനുണ്ട്. അയ്യോ, എന്നാലും വന്നിട്ട് ഒരു ചായ ഇല്ല വേണ്ട, കുഴപ്പമില്ല. ഒരു മിനിറ്റ് സാർ, ഒരു മിനിറ്റ്. ക്ലീറ്റോ, ഒന്നിങ്ങ് വന്നേ. ഡാഡി വാ. ഇതാരാ? ഇതാ മോളുടെ ഡാഡി. ക്ലീറ്റസ്. വാ ക്ലീറ്റസേ. അല്ല ഇന്നലെ ക്ലീറ്റസും ഞാനുമായിട്ടൊന്ന് പരിചയപ്പെട്ടായിരുന്നു അല്ലേ ക്ലീറ്റസേ? സാറേ ക്ഷമിക്കണം. ഇല്ല, അതൊന്നും വിഷയമാക്കണ്ട. എനിക്ക് തോന്നുന്നു ആ ഒരു പ്രശ്നം കൊണ്ടാണ് ക്ലീറ്റസ് വീട്ടിലേക്ക് വരാത്തതെന്നല്ലേ? അതുകൊണ്ടല്ല, എനിക്ക് 1-2 വേണ്ട തിരക്കുണ്ടായിരുന്നു. വേണ്ട, വീണെടുത്ത് കിടന്ന് ഉരുളണ്ട. അത് എന്തോ മനസ്സിനകത്തുണ്ട്. അതൊക്കെ പോട്ടെ. ഇതാ കണ്ടില്ലേ നമ്മുടെ മക്കൾ എന്ത് സൗഹൃദത്തിലാണ് അവർ കഴിയുന്നത്. അവരുടെ ഇടയിൽ ജാതിയോ മതമോ എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. അവളെ കണ്ടപ്പോൾ തന്നെ അവളുടെ മുഖത്ത് സന്തോഷം കണ്ടില്ലേ അല്ലേ മോളെ? ആ, എന്തിനാ നമ്മളിങ്ങനെയൊക്കെ വൈരാഗ്യം വെച്ചുകൊണ്ട് നടക്കുന്നത്? മണ്ണിൽ നിന്ന് വന്ന് മണ്ണിലേക്ക് തന്നെ പോകേണ്ടവരല്ലേ നമ്മൾ. നമുക്ക് ഈ പിണക്കമൊക്കെ മറന്ന് സൗഹൃദത്തിൽ പോവാം അല്ലേ? സാറിനോട് ക്ഷമിക്കണം. ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. ഈദ് മുബാറക്. ഇത് പറഞ്ഞു